ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ എങ്ങനെ നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. BSc നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും മനസ്സിലേക്ക് കടന്നു വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? 1. കേരളത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാൻ എന്ത് ചെയ്യണം? 2. കേരളത്തിൽ എത്ര നഴ്സിംഗ് കോളേജുകളുണ്ട്? 3. വിവിധ തരം അഡ്മിഷനുകൾ ഏതൊക്കെയാണ്? 4. നഴ്സിംഗ് അഡ്മിഷന് എവിടെ അപേക്ഷിക്കണം? 5. നഴ്സിംഗ് അഡ്മിഷന് എങ്ങനെ അപേക്ഷിക്കണം? 6. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 7. ഒരു നല്ല കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കാം? 6. മാനേജ്മെന്റ് അല്ലെങ്കിൽ NRI സീറ്റ് ലഭിക്കാൻ വേണ്ട രേഖകൾ എന്തൊക്കെയാണ്? 8. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ BSc നഴ്സിംഗ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് തൃശൂർ അഥവാ KUHS, 2 അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇങ്ങനെ 2 യൂണിവേഴ്സിറ്റികളിലാണ് കേരളത്തിൽ BSc നഴ്സിംഗ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം കോളേജുകളും KUHSന്റെ കീഴിലാണ് വരിക. അടുത്തതായി, എത്ര കാറ്റഗറി നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത് എന്ന് നോക്കാം. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ്, 2 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന കോളേജുകൾ, 3 സെന്റർ ഓഫ് പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് CPAS എന്ന് പറയുന്ന സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന നഴ്സിംഗ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിംഗ് ക്രിസ്ത്യൻ കോളേജുകളുടെ മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ വരുന്ന നഴ്സിംഗ് കോളേജുകൾ, പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ വരുന്ന നഴ്സിംഗ് കോളേജുകൾ, 6 കോപ്പറേറ്റീവ് സൊസൈറ്റീസും മറ്റ് മാനേജ്മെന്റുകൾ നടത്തുന്ന നഴ്സിംഗ് കോളേജുകൾ. ഇങ്ങനെ 6 തരത്തിലാണ് നഴ്സിംഗ് കോളേജുകൾ കേരളത്തിൽ പരന്നു കിടക്കുന്നത്. നഴ്സിംഗ് അഡ്മിഷനുകൾ 4 തരത്തിലാണുള്ളത്. 4 കോട്ടയിൽ: 1 ജനറൽ മെറിറ്റ്, 2 മാനേജ്മെന്റ് കോട്ട, 3 NRI കോട്ട, 4 ഫോറിൻ സ്റ്റുഡൻറ് കോട്ട. ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് കിടക്കുക. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ജനറൽ മെറിറ്റ് ആണ്. അതിനുശേഷം മാനേജ്മെന്റ് കോട്ട, അതിനുശേഷം വളരെ കുറച്ച് സീറ്റുകൾ NRI കോട്ടയിലുണ്ട്. ഫോറിൻ സ്റ്റുഡൻറ് കോട്ട വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു നഴ്സിംഗ് കോളേജിന് ഉണ്ടായിരിക്കേണ്ട അംഗീകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമാണ്. നഴ്സിംഗ് കോളേജിന് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒരു അംഗീകാരമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം. www.indiannursinggcouncil.org എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. ഓരോ വർഷവും INC അംഗീകരിക്കപ്പെട്ട നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന നഴ്സിംഗ് കോളേജ് അംഗീകരിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട അംഗീകാരമാണ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിന്റെ അംഗീകാരം. KNMC എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. KNMCയുടെ അംഗീകാരം www.knmc.org എന്ന വെബ്സൈറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് കാണാം. അപ്ലൈ ചെയ്യുന്ന കോളേജിന്റെ ലിസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ഈ കോളേജിന്റെ അംഗീകാരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമാണ്. കേരളത്തിൽ ഒരു കോളേജ് ഒഴിച്ച് മറ്റെല്ലാ കോളേജുകളും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിലാണ്. ഇവിടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ കോഴ്സ് ആൻഡ് കോളേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് കിട്ടും. ആ കോളേജ് ലിസ്റ്റ് നോക്കി നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് അഡ്മിഷന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. പലതരത്തിലുള്ള കോളേജുകൾ നമ്മൾ കണ്ടു. പലതരത്തിലുള്ള അഡ്മിഷൻ കോട്ടകൾ, ജനറൽ മെറിറ്റ് ലിസ്റ്റ്, മാനേജ്മെന്റ് കോട്ട, NRI കോട്ട, മറ്റ് കോട്ടകളെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ ഓരോ കാറ്റഗറി കോളേജുകൾക്കും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 6 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ നഴ്സിംഗ് കോളേജുകളുടെയും സീറ്റ് അടക്കം ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട് കോളേജ് ഓഫ് നഴ്സിംഗുകളാണ്. 75, 60, 60, 60, 60, 60 സീറ്റുകൾ വെച്ചാണ് സീറ്റ് ഒഴിവുള്ളത്. ഇവിടേക്ക് അപേക്ഷിക്കുന്നതിന് LBS വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് 100% ഗവൺമെന്റ് സീറ്റാണ്. ഗവൺമെന്റ് ഫീസായിട്ട് ഈടാക്കുന്നുള്ളൂ. www.lbscenter.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്.
ഇതുകൂടാതെ മാനേജ്മെന്റ് കോളേജുകളിലുള്ള 25% ഗവൺമെന്റ് സീറ്റുകളിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ടതും ഈ lbscenter.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ്. പക്ഷേ മാനേജ്മെന്റ് ഫീസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ഗവൺമെന്റ് അലോട്ട്മെന്റിൽ മാത്രമാണ് നമുക്ക് സീറ്റ് ലഭിക്കുക. തീർച്ചയായിട്ടും മാനേജ്മെന്റ് കോളേജുകളിൽ ഗവൺമെന്റ് കോട്ടയിൽ സീറ്റ് കിട്ടണമെങ്കിൽ LBS അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സെലക്ഷൻ മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. ഗവൺമെന്റ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയോ NRI കോട്ടയിലുള്ള സീറ്റുകൾ ലഭ്യമല്ല. LBSന് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. LBS അപേക്ഷ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. അപേക്ഷ വരുമ്പോൾ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോയി ന്യൂ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫീസ് അടച്ച് അതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓർത്ത് വെക്കണം, അതിന്റെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. LBSൽ അപേക്ഷ കൊടുക്കുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടാവണം, മൊബൈൽ നമ്പർ ഉണ്ടാവണം. പിന്നീടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ മൊബൈൽ നമ്പറിലൂടെയും ഇമെയിലിലൂടെയും ആയിരിക്കും നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുക. ഇത് കൂടാതെ LBSന്റെ വെബ്സൈറ്റ് വഴി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. LBSലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ഫീസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. 2019 ജനറൽ കാറ്റഗറിക്ക് 600 രൂപയും അതർ കാറ്റഗറിക്ക് 300 രൂപയുമായിരുന്നു. ഓൺലൈനായോ ഡെബിറ്റ് കാർഡ് മുഖേനയോ നെറ്റ് ബാങ്കിങ് മുഖേനയോ അക്ഷയ സെന്ററിലൂടെ അപേക്ഷ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഓർത്ത് വയ്ക്കുക, ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പറൊക്കെ മറക്കാതെ സൂക്ഷിച്ച് എഴുതി വെക്കണം. തുടർന്നുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾക്ക് ഈ നമ്പറുകൾ ആവശ്യമാണ്. രണ്ടാമതായി സിമെറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് BSc നഴ്സിംഗിന് എങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. സിമെറ്റിന്റെ കീഴിൽ പ്രധാനമായിട്ടും 4 കോളേജുകളാണുള്ളത്. ഒരെണ്ണം തിരുവനന്തപുരത്തും ഒരെണ്ണം എറണാകുളത്തും, മൂന്നാമത്തേത് പാലക്കാടും നാലാമത്തേത് കാസർഗോഡുമാണ്. സിമെറ്റിന്റെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ 240 സീറ്റാണ് ആകെ ഉള്ളത്. ഇതിന്റെ കാറ്റഗറി എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ സീറ്റിന്റെ 50% ജനറൽ മെറിറ്റിന്റെ കാറ്റഗറിയിലാണ് വരിക. 35% മാനേജ്മെന്റ് കോട്ടയിലും 5% NRI കോട്ടയിലും ഫോറിൻ സ്റ്റുഡന്റ് കോട്ടയിൽ 10% സീറ്റുകളുമാണ് സിമെറ്റിന്റെ കീഴിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റുകളിൽ ജനറൽ മെറിറ്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ LBS മുഖേനയാണ് സമർപ്പിക്കുക. LBSന്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അലോട്ട്മെന്റ് അനുസരിച്ച് സിമെറ്റ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. സിമെറ്റ് നഴ്സിംഗ് കോളേജിന്റെ മാനേജ്മെന്റും NRI കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് സിമെറ്റിന്റെ വെബ്സൈറ്റായ www.cimet.kerala.gov.in അല്ലെങ്കിൽ www.cimet.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. മാനേജ്മെന്റ് കോട്ടയുടെ 35%, NRI കോട്ടയുടെ 5%, ഫോറിൻ സ്റ്റുഡന്റ് കോട്ടയുടെ 10%ലേക്കുള്ള ആപ്ലിക്കേഷൻ ഈ വെബ്സൈറ്റ് ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. NRI കോട്ടയിലേക്കും ഫോറിൻ സ്റ്റുഡന്റ് കോട്ടയിലേക്കും കുട്ടികൾ വന്നില്ല എങ്കിൽ ആ 15% കോട്ട മാനേജ്മെന്റ് കോട്ടയെ കണക്കാക്കി അഡ്മിഷൻ നടത്തുന്നതാണ്. സിമെറ്റിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോർട്ടലാണ് ഇവിടെ കാണുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഫീസ് അടയ്ക്കുക, അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. സിമെറ്റിന്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് മാനേജ്മെന്റ് സീറ്റിലേക്ക് അലോട്ട്മെന്റ് ലഭിക്കുക. NRI സീറ്റിന്റെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ: ഒന്ന് NRI സർട്ടിഫിക്കറ്റ് ആണ്. NRI അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റോ, അതുപോലെ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതിന്റെ കോപ്പി, അതല്ലെങ്കിൽ എംബസി സർട്ടിഫൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതിലേതെങ്കിലും ഒരെണ്ണം NRI സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്, കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തത് വിസയുടെ ഡീറ്റെയിൽസ് അടങ്ങിയ പാസ്പോർട്ടിന്റെ അറ്റസ്റ്റഡ് കോപ്പി. നാലാമത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെ പാലിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4 കാര്യങ്ങളാണ് NRI സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് സിമെറ്റ് നഴ്സിംഗ് കോളേജിൽ ആവശ്യമായിട്ടുള്ളത്. ഫോറിൻ സ്റ്റുഡന്റ് കാറ്റഗറിയിലേക്കുള്ള 10% റിക്വയർമെന്റ്സ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ നോംസിന്റെയും അനുസരിച്ചിട്ടാണ് വരിക. അത് സിമെറ്റ് കോളേജിൽ നേരിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. NRI കോട്ടയിലും ഫോറിൻ സ്റ്റുഡന്റ് കോട്ടയിലും ഫില്ലായില്ല എങ്കിൽ മാനേജ്മെന്റ് സീറ്റായി കണക്കാക്കി ആ സീറ്റുകൾ മാനേജ്മെന്റ് കോട്ടയിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. സിമെറ്റ് നഴ്സിംഗ് കോളേജിന്റെ ഫീസ് സ്ട്രക്ചറിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള 63,500 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് ഈടാക്കുന്നത്. സിമെറ്റ് നിശ്ചയിച്ചിട്ടുള്ള സ്പെഷ്യൽ ഫീസും ഈടാക്കുന്നതാണ്. കഴിഞ്ഞ വർഷം 63,500 ആയിരുന്നു ട്യൂഷൻ ഫീസായിട്ട് ഈടാക്കിയിരുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്രയാണെന്നുള്ളത്. വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല.
ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒന്ന് മെറിറ്റ് സീറ്റിലേക്കാണെങ്കിൽ LBS വഴിയാണ് അപ്ലൈ ചെയ്യുക. 50% സീറ്റുകൾ LBS വഴിയാണ്. മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അല്ലെങ്കിൽ NRI സീറ്റിലേക്ക് ഫോറിൻ സ്റ്റുഡൻറ്റ് കോട്ടയിലേക്കോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് www.cement.kerala.gov.in അല്ലെങ്കിൽ www.cement.in എന്ന വെബ്സൈറ്റിലൂടെ ഡയറക്റ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മൂന്നാമതായി CPASന്റെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള BSc നഴ്സിംഗ് അഡ്മിഷൻ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. 6 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് CPASന്റെ കീഴിലുള്ളത്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. കുഹാസ് വന്നതിന് ശേഷം ഈ കോളേജുകൾ CPAS എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ കീഴിലാക്കി. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ഈ സൊസൈറ്റിയാണ് റൺ ചെയ്യുന്നത്. KUHSന്റെ കീഴിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. CPASന്റെ സീറ്റ് അലോട്ട്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ മെറിറ്റിൽ 50%, മാനേജ്മെന്റ് കോട്ടയിൽ 45%, NRI കോട്ട 5%. ഈ മാനേജ്മെന്റ് കോട്ട 45%-ൽ ഓരോ കോളേജിന്റെയും ലൊക്കേഷൻ അനുസരിച്ച് അതാത് ലൊക്കേഷനുള്ള കുട്ടികൾക്ക് ചില പ്രത്യേക കോട്ടകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. CPASന്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. CPASന്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷനുള്ള നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ് തുടങ്ങിയിട്ടുള്ളതെല്ലാം ഓൾറെഡി ഡിസ്പ്ലേ ആയിട്ടുണ്ട്. CPASന്റെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് പ്രോസ്പെക്ടസ് വായിക്കാവുന്നതാണ്. CPASന്റെ സീറ്റ് അലോട്ട്മെന്റിന്റെ ഓരോ കോളേജ് തിരിച്ചിട്ടുള്ള ടേബുലർ കോളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാനേജ്മെന്റ് സീറ്റാണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ കോട്ട അനുസരിച്ച് മാനേജ്മെന്റ് സീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് സീറ്റും NRI സീറ്റിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുക. CPASന്റെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള ജനറൽ മെറിറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ LBS വഴിയാണ് സമർപ്പിക്കേണ്ടത്. മാനേജ്മെന്റ് NRI സീറ്റിലേക്കുള്ളത് CPASന്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 500 രൂപയും SC/ST കാറ്റഗറിക്ക് 250 രൂപയും NRI ആപ്ലിക്കേഷൻ ആണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ കൂടെ 750 രൂപ അഡീഷണൽ ആയിട്ടും അപേക്ഷകൻ കൊടുക്കേണ്ടതാണ്. CPAS നഴ്സിംഗ് കോളേജിന്റെ വെബ്സൈറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ അഡ്മിഷന്റെ പ്രോസ്പെക്ടസ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ CPAS നഴ്സിംഗ് കോളേജുകളുടെ കീഴിലുള്ള അഡ്മിഷന്റെ ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസായിട്ട് 63,500 രൂപയും സ്പെഷ്യൽ ഫീസ് ഇൻക്ലൂഡിംഗ് കോഷൻ ഡെപ്പോസിറ്റ് 29,500 രൂപയുമാണ്. NRI കോട്ടയിലേക്കുള്ള ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 95,000, സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 29,500 രൂപ ഇൻക്ലൂഡിംഗ് കോഷൻ ഫീസ് ആണ്. SC/ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് അടക്കം 11,000 രൂപയാണ് ഫീസായിട്ട് വരിക. അടുത്തതായി സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജുകളിലേക്ക് BSc നഴ്സിംഗ് അഡ്മിഷന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. കീഴിൽ 3 കാറ്റഗറിയിലാണ് നഴ്സിംഗ് കോളേജുകൾ ഉള്ളത്. ഒന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയ AMCS-FNCK, 2 പ്രൈവറ്റ് മാനേജ്മെന്റ് നഴ്സിംഗ് കോളേജുകളായ PNC-MAC, അതുകൂടാതെ കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റ് പ്രൈവറ്റ് മാനേജ്മെന്റുകളുടെയും കീഴിൽ 5 നഴ്സിംഗ് കോളേജുകളാണുള്ളത്. ഓരോ മാനേജ്മെന്റ് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഓരോന്നും വ്യക്തമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCS-FNCK-യിലേക്കുള്ള അപേക്ഷകൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. ഇവിടെ കാണുന്നത് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജ് അസോസിയേഷന്റെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ചത്തെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഡിസ്കഷന് ശേഷമാണ് നഴ്സിംഗ് അഡ്മിഷന്റെ ഡേറ്റ് എക്സാക്ട്ലി ഡിസൈഡ് ചെയ്യുക. വെബ്സൈറ്റിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട്. ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളാണ് ഇവിടെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 1 അമല കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, 2 അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് എരുമേലി, 3 ബിഷപ്പ് ബെൻസിയർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, കനോസ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, കോളേജ് ഓഫ് നഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെന്റർ മൂവാറ്റുപുഴ, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം, ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് തൊടുപുഴ, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, ലെസി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി. ഈ കോളേജുകളിൽ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മാനേജ്മെന്റ് സീറ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. NRI സീറ്റിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. മറ്റു കോളേജുകളിലെ ലിസ്റ്റ് ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 14 ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് പാളയം, 15 ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് കിടങ്ങൂർ കോട്ടയം, 16 ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, 17 മാർ ബെസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം, 18 മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് പാലായ്,
19 മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് തലയോലപ്പറമ്പ്, 20 MOAC കോളേജ് ഓഫ് നഴ്സിംഗ് കോലഞ്ചേരി, 21 നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ് കാലിക്കറ്റ്, 22 പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല, 23 സെമറിറ്റിയൻ കോളേജ് ഓഫ് നഴ്സിംഗ് പഴങ്ങനാട്, 24 സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂർ, 25 SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല, 26 സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ. ഇവിടെ നിങ്ങൾക്ക് നോക്കാം ടോട്ടൽ സീറ്റ്, മാനേജ്മെന്റ് സീറ്റ്, NRI സീറ്റ് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 27 സെന്റ് ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് നഴ്സിംഗ് പരുമല, 28 സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടി, 29 സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് കട്ടപ്പന, 30 സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചൽ, 31 സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം, 32 സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചങ്ങനാശ്ശേരി, 33 തിരുഹൃദയം കോളേജ് ഓഫ് നഴ്സിംഗ് നാഗമ്പടം കോട്ടയം. എന്നിങ്ങനെ 33 നഴ്സിംഗ് കോളേജുകളാണ് അസോസിയേഷൻ്റെ കീഴിലുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അസോസിയേഷൻ്റെ പ്രോസ്പെക്ടസിൽ വീണ്ടും മാനേജ്മെൻറ്റ് സീറ്റുകളെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറിയും കൂടി നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. പ്രോസ്പെക്ടസ് വാങ്ങി കഴിയുമ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുക? ജനറൽ മെറിറ്റിലേക്കുള്ള 50% സീറ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് LBS വഴിയാണ്. ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് അനുസരിച്ചാണ് 50% സീറ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുക. അതുപോലെ മാനേജ്മെൻറ്റ് NRI സീറ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ വെബ്സൈറ്റായ www.amcsfnck.com എന്ന വെബ്സൈറ്റിലൂടെയാണ്. ആപ്ലിക്കേഷൻ്റെ ഫീസായിട്ട് 700 രൂപയാണ് കഴിഞ്ഞ വർഷം വാങ്ങിയിരുന്നത്. ഈ വർഷത്തെ ആപ്ലിക്കേഷനും പ്രോസ്പെക്ടസ് എല്ലാം വരുന്നേ ഉള്ളൂ. ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെലാൻ മുഖേനയോ DD മുഖേനയോ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് കോപ്പി എടുത്ത് ലിസി ഹോസ്പിറ്റൽ ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന അസോസിയേഷൻ്റെ ഓഫീസിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ കൊറിയർ മുഖേനയോ അയച്ചു കൊടുത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നില്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവണം, ആക്റ്റീവായിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടാവണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കീഴിലുള്ള നഴ്സിംഗ് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള ട്യൂഷൻ ഫീസായി 63,500 രൂപ ട്യൂഷൻ ഫീസായിട്ടും സ്പെഷ്യൽ ഫീസായിട്ട് 17,000 രൂപയും റീഫണ്ടബിൾ ആയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് 10,000 രൂപയുമാണ് 2019 ഫീസായിട്ട് ഈടാക്കിയിരുന്നത്. NRI കോട്ടയിലേക്ക് വരുമ്പോൾ ട്യൂഷൻ ഫീസായിട്ട് 95,000 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 29,500 രൂപയും കോഷൻ ഫീസായിട്ട് 10,000 രൂപയുമാണ് വാങ്ങിയിരുന്നത്. ഈ കൊല്ലം അതിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. എന്നാലും പ്രോസ്പെക്ടസ് വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ മാസം 27-ാം തീയതിക്ക് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യൂട്യൂബ് ചാനലിലൂടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അടുത്തതായിട്ട് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. www.pncmac.org എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ വെബ്സൈറ്റ് ഇപ്പോൾ ആക്റ്റീവ് അല്ല. അഡ്മിഷൻ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റിന് ശേഷം ഈ സൈറ്റ് ആക്റ്റീവ് ആകും. അവിടെ നിങ്ങൾക്ക് 69 നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് കാണാം. ആ കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയാലും പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയാലും ഓപ്ഷൻ വയ്ക്കാൻ നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് നിങ്ങൾ നോക്കി കൃത്യമായിട്ട് വേണം അപേക്ഷ വയ്ക്കാനായിട്ട്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്കും പ്രൈവറ്റ് മാനേജ്മെൻറ്റ് നഴ്സിംഗ് കോളേജിലേക്കും അപേക്ഷകൾ സെപ്പറേറ്റ് ആണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോളേജിൻ്റെ ലിസ്റ്റും ടോട്ടൽ നമ്പർ ഓഫ് സീറ്റും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള സീറ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ സീറ്റിൻ്റെ 50% ജനറൽ മെറിറ്റും ബാക്കി 50% മാനേജ്മെൻറ്റ് NRI കോട്ടയാണ്. ടോട്ടൽ സീറ്റിൻ്റെ 15% NRI കോട്ട എടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാ കോളേജുകളിലും NRI കോട്ട ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ കോളേജിൽ അന്വേഷിക്കണം. നിങ്ങൾക്ക് NRI കോട്ട വേണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ സീറ്റ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഓൺലൈനായിട്ട് NRI കോട്ടയിലേക്കുള്ള സീറ്റ് അപേക്ഷിക്കുമ്പോൾ ഒപ്പം തന്നെ അതാത് കോളേജിലും കൂടി NRI കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജനറൽ മെറിറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് LBS വഴിയാണ്. മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ
www.pncmak.org എന്നുള്ള വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും സൂക്ഷിച്ചു വെക്കണം. ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രോഗ്രസ് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ടും എഴുതി സൂക്ഷിച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പ്രോഗ്രസ് എത്രയായി എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുമാണ്. ഇനി അടുത്തതായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് 5 നഴ്സിംഗ് കോളേജുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ളത്. ഒന്ന് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, AKG മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, 3 കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരി, 4 EMS കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ, 5 ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി. കോളേജുകളുടെ 50% അഡ്മിഷൻ ഫില്ല് ചെയ്യുന്നത് LBSന്റെ റാങ്ക് ലിസ്റ്റ് വഴിയാണ്. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരിക. ബാക്കി 50% മാനേജ്മെൻറ്റ് സീറ്റായിട്ടും NRI സീറ്റായിട്ടും ഈ കോളേജുകൾ വഴി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ കോളേജുകളുടെ വെബ്സൈറ്റുകൾ ജസ്റ്റ് പരിചയപ്പെടാം. കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ മെറിറ്റ് 50%, മാനേജ്മെൻറ്റ് കോട്ട 35%, NRI കോട്ട 15% എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളേജ് AKG മെമ്മോറിയൽ കോളേജാണ്. കോളേജുമായിട്ട് ബന്ധപ്പെടാനാണ് മാനേജ്മെൻറ്റ് കോട്ടയും NRI കോട്ടയ്ക്കുമുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് വരുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരിയാണ്. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് EMS കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ കോളേജ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ജനറൽ മെറിറ്റ് 50% LBS വഴിയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാനേജ്മെൻറ്റ് NRI കോട്ട 50% സീറ്റാണ്. ഈ കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരിട്ട് അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. ഇതുകൂടാതെ നിങ്ങൾ നേരിട്ട് ഫോണിൽ വിളിച്ച് അന്വേഷിച്ചാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ DD വഴിയോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഈ കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റും NRI സീറ്റും പ്യുവർലി അതാത് മാനേജ്മെൻറ്റുകളുടെ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക. അടുത്തതായിട്ട് KUHS അല്ലാതെ അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിയുടെ കീഴിലുള്ള നഴ്സിംഗ് കോളേജാണ്. ആകെ ഒരു കോളേജ് മാത്രമേ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളൂ. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പൂനേക്കര കൊച്ചിയാണ്. അമൃത കോളേജിൽ 100 സീറ്റാണുള്ളത്. കോളേജിലേക്കുള്ള ആപ്ലിക്കേഷൻ ഈ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അമൃത യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻ അനുസരിച്ചിട്ടാണ് അഡ്മിഷൻസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ആ കോളേജിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതുവരെ വിവിധ തരത്തിലുള്ള നഴ്സിംഗ് കോളേജുകളുടെ കാറ്റഗറിയും യൂണിവേഴ്സിറ്റിയും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. BSc നഴ്സിംഗ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. BSc നഴ്സിംഗിന് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡിപെൻഡന്റ് NRI ആയിരിക്കണം. ഡിസംബർ 31, 2020 മുമ്പ് 17 വയസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. മൂന്നാമതായി +2ന്റെ എക്സാമിനേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിൽ 50% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടാവണം. നാലാമതായി മെഡിക്കൽ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. NRI സീറ്റിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ NRI സീറ്റിന് വേണ്ടിയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, NRI സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കണ്ടു. അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നഴ്സിംഗ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഓർക്കണം, 6 കാറ്റഗറി നഴ്സിംഗ് കോളേജുകളുണ്ട്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്കാണ് ഞാൻ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ LBSലൂടെയാണ്. കാരണം 100% മെറിറ്റിലൂടെയാണ് അവിടെ അഡ്മിഷൻ ലഭിക്കുക. ഗവൺമെൻറ് ഫീസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. രണ്ടാമത് സിമെറ്റിൻ്റെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളാണ്. സിമെറ്റ് നഴ്സിംഗ് കോളേജുകളുടെ കീഴിലുള്ള ജനറൽ മെറിറ്റ് LBS വഴിയും ബാക്കി 50% മാനേജ്മെൻറ്റ് NRI സീറ്റുകൾ സിമെറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിലുമാണ് കൊടുക്കുക. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ആൻഡ് NRI കോട്ട ടു സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗുകൾക്ക് സിമെറ്റിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് CPASലേക്കും. CPASൻ്റെ 50% ജനറൽ മെറിറ്റിലും ബാക്കി 50% മാനേജ്മെൻറ്റ് NRI കോട്ടയിലുമാണ്.
മാനേജ്മെന്റിന്റെയും NRI കോട്ടയിലേക്കുള്ള അപേക്ഷ CPASന്റെ വെബ്സൈറ്റ് വഴി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനിലേക്കുള്ള മാനേജ്മെന്റ് NRI കോട്ടയിലേക്കും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് AMCS FNCKയുടെ വെബ്സൈറ്റ് വഴിയാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എന്നാൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള മാനേജ്മെന്റ് NRI കോട്ടയിലേക്കുള്ള അപേക്ഷ PNC MAC എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മറ്റ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അപേക്ഷ ജനറൽ മെറിറ്റിലേക്കുള്ളത് LBS വഴിയും മാനേജ്മെന്റ് NRI കോട്ടയിലേക്ക് അതാത് നഴ്സിംഗ് കോളേജുകളിലേക്കും നേരിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 6 കാറ്റഗറി നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസും അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ കാറ്റഗറിയിലും വരുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കും. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു അഡ്മിഷൻ ലഭിക്കാതിരിക്കില്ല. കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളുടെയും മാനദണ്ഡങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും അഡ്മിഷന് ശേഷവും ഈ അഡ്മിഷൻ സുതാര്യമായിട്ടാണ് നടക്കുന്നത്, എല്ലാ അംഗീകാരവും ഉണ്ട് എന്നുള്ളത് ഈ റെഗുലേറ്ററി കമ്മീഷൻ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകൾക്കും നല്ല ക്ലിനിക്കൽ ബാക്കപ്പ് ഉണ്ട്, നല്ല ഹോസ്പിറ്റലുകളാണ്, ക്ലിനിക്കൽ പ്രാക്ടീസിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുന്നത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണം. ഈ 6 കാറ്റഗറിയിൽ നിങ്ങൾ അപേക്ഷ വെക്കാതിരിക്കരുത്. ഏതെങ്കിലുമൊക്കെ കാറ്റഗറിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പ്രോസ്പെക്ടസിൽ സീറ്റിന്റെ അലോട്ട്മെന്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കണം. ഏതൊക്കെ കാറ്റഗറിയിലാണ് ഉണ്ടാവുക നോക്കണം. കാരണം ചില സമയത്ത് എംപ്ലോയ്മെന്റ് കോട്ട, മറ്റ് മെറിറ്റുകൾ അങ്ങനെ തുടങ്ങിയിട്ട് പല കോട്ടകളിലുണ്ടാവും. ചില കോട്ടകളിലൊക്കെ നിങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. SC ST അതർ എക്കണോമിക്കലി വീക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും പല കോട്ടകളും നഴ്സിംഗ് കോളേജുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കിട്ടുമ്പോൾ നിങ്ങൾ ആ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് നോക്കുക, ഓരോ കോളേജുകൾക്കും ഏതൊക്കെ കാറ്റഗറി ഏതെല്ലാം കോട്ടകളാണുള്ളത്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അലോട്ട്മെന്റിൽ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീറ്റ് എക്സാം നഴ്സിംഗ് അഡ്മിഷന് ബാധകമല്ല. മൂന്നാമത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു മൊബൈൽ നമ്പർ വാലിഡ് ആയിരിക്കണം, ഇമെയിൽ ID വാലിഡ് ആയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. നിങ്ങൾക്ക് മൊബൈലിലേക്ക് മെസ്സേജ് വരും, ഇമെയിൽ വരും. നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും മൊബൈൽ നമ്പറും ഇമെയിൽ IDയിലേക്കും ആയിരിക്കും വരിക. നിങ്ങളുടെ കയ്യിൽ JPG ഫോർമാറ്റിലുള്ള റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും കാരണവശാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആപ്ലിക്കേഷൻ പ്രിന്റ് എടുത്തതിന് ശേഷം അതിന്റെ മേലെ ഫോട്ടോ ഒട്ടിച്ചാൽ മതിയാവും. നാലാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന റഫറൻസ് നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ മറക്കാതെ സൂക്ഷിച്ചു വെക്കണം. നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ ID വെച്ചിട്ട് നിങ്ങൾ അതാത് വെബ്സൈറ്റ് വഴി എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ് പോർട്ടൽ കിട്ടും. ഈ സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷന്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് വീണ്ടും തിരിച്ചെടുക്കാനായിട്ട്. ഇനി ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രോസ്പെക്ടസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും തയ്യാറാക്കി വെക്കണം. അവിടെ ചോദിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിക്കണം. എഡ്യൂക്കേഷൻ ലോണൊക്കെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ട രേഖകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടാവണം. അഡ്മിഷൻ പ്രോഗ്രസ് അറിയാനായിട്ട് അതാത് വെബ്സൈറ്റുകൾ നിങ്ങൾ കൂടെ സന്ദർശിക്കണം. ഇമെയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, മൊബൈലിൽ മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ളതും നോക്കേണ്ടതാണ്. കേരളത്തിലെ BSc നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും. പ്രധാനപ്പെട്ട ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഓൺലൈനിൽ നഴ്സിംഗ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ വേറെ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവും വീഡിയോ ആയിട്ട് വീണ്ടും ഈ യൂട്യൂബ് ചാനലിലൂടെ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.